മുത്തുനബി തങ്ങളുടെ സാന്നിധ്യമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും മുസ്തഗ്ഫിറൂൻ. സൂറത്ത് അൻഫാൽ. അതേ നബിയേ, നിങ്ങൾ ഈ സമുദായത്തെ നയിക്കുന്നത് കൊണ്ട്, ആഖിർ സമാനിന്റെ ഉമ്മത്തിന്റെ നേതാവ് നിങ്ങളായതുകൊണ്ട്, ഈ സമുദായത്തിൽ നിങ്ങളുള്ളത് കൊണ്ട്, അതേ ഈ സമുദായത്തെ പണ്ടുള്ള ജനങ്ങളെ മുച്ചൂടെ നശിപ്പിച്ചതുപോലെ, സർവനാശാക്കിയതുപോലെ ഞാനങ്ങനെ ചെയ്യില്ല, ഒന്നടങ്കം നശിപ്പിക്കില്ല. അതിന് കാരണം നബിയേ നിങ്ങളാണ്. നിങ്ങളെ ബഹുമാനിച്ചിട്ട് എനിക്കിവരെ മുഴുവനും നശിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്കിവരെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല, നിങ്ങളെ സാന്നിധ്യമായതുകൊണ്ട്, നിങ്ങളെ ഉമ്മത്തീങ്ങളായതുകൊണ്ട്, പന്നാര നബിയെ ലോകത്തിന് കാരുണ്യമായ റഹ്മത്തായി നിങ്ങളെ പറഞ്ഞേക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ സമുദായത്തെ തെറ്റ് ചെയ്യുന്നവരായിട്ട് പോലും അവരെ ഞാൻ ബാക്കി വെച്ചു. വേണ്ടതുപോലെ, വേണ്ട രൂപത്തില്, വേണ്ടപ്പെട്ടവർക്ക് വേണ്ട ക്രമത്തില്, വേണ്ടവോളം ഞാൻ പരലോകത്ത് കൊടുത്തോളാം. ഇവിടെ ഞാൻ അവരെ ശിക്ഷിക്കില്ല. അതിന്റെ കാരണം നബിയേ വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നിങ്ങളാണ് നബിയേ. ഒന്ന്, നബി തങ്ങളുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഞമ്മ രക്ഷപ്പെട്ട്, നബി തങ്ങളെ ഉമ്മത്തായതുകൊണ്ട് ഈ ലോകം രക്ഷപ്പെട്ട്, നമ്മൾ രക്ഷപ്പെട്ട്. ആ നബിയെ എത്ര കണ്ട് സ്നേഹിക്കണം, എത്ര കണ്ട് സലാത്ത് ചൊല്ലണം. ഒന്ന്. പിന്നെ ഈ ലോകത്തെ അല്ലാഹു പല നിലക്കും ഇനിയിപ്പോ എല്ലാം നശിപ്പിക്കലാന്നാണ് അല്ലാഹു പറഞ്ഞ നബി ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടുകാരെ, ഏതെങ്കിലും ഒരു കൂട്ടുകാരെ നശിപ്പിക്കലാന്നല്ല പറഞ്ഞിട്ടില്ല. എന്റെ നാട്ടുകാരെ പോലും അല്ലാഹു ശിക്ഷിച്ചില്ല. പല ഭാഗത്തും പല നാട്ടുകാരെയും അല്ലാഹു കൊണ്ടുപോയില്ലേ. സുനാമി കൊണ്ടുവന്നിട്ട്, കാറ്റ്, എന്ത് കാറ്റിന്റെ പേരെന്തിന്റെ, കത്രീന, ഹവാ, കാറ്റിന്റെ പേര് അല്ലേ അല്ലെ. മുന്നേ കുറെ ആൾ കാറ്റിന്റെ കത്രീന പാട്ട് പാടിക്കൊണ്ടായിരിക്കും. ആ DJ തുള്ളിക്കൊണ്ടായി, ബ്രേക്ക് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ് അല്ലേ. കത്രീന ഒരു ഫിലിം ആക്ടറിന്റെ പേരാണത്. ഞാൻ അവളെ പറഞ്ഞല്ല. എന്നാൽ ആ പേര് കേൾക്കുമ്പോൾ ഹരം കൊള്ളുന്ന എത്ര ജനങ്ങളായിരുന്നു. ആ പേര് കേട്ടിട്ട് ഹരം കൊണ്ടിരുന്ന പലരും പിന്നീട് ഒരു പടിഞ്ഞാറൻ കാറ്റടിച്ച് വീശിയപ്പോ ഹരം കൊണ്ടവർ ആകെ വിറച്ചുപോയി. ആ കാറ്റിന്റെ പേരാണ് കത്രീന. ഹവാ 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 ഏ ഹവാ, എന്താ പാട്ടുണ്ടല്ലോ, എവിടുന്നോ ഒരു ബസ്സിൽ പോകുമ്പോ ഇങ്ങനെ കേട്ട ഒരു രാഗം പോലെ. അല്ലാണ്ട് നമ്മ എവിടെയും ഫിലിം കാണാൻ വേണ്ടി തിയേറ്ററിൽ കയറിയിട്ടൊന്നുമില്ല, നമുക്കതിന് നേരമില്ല. എന്നാൽ ആ ഹവാ ഹവാ പാട്ടിയവർ പയ്യ ഹവാ എന്ന കാറ്റടിച്ച് വീശുമ്പോ ഹവാ ഹവാ. പനി വന്നോ പനിയല്ലേ എന്നും പറഞ്ഞിട്ട് അതിനങ്ങൾ ചെറുതാക്കി മരുന്നെടുത്തു, അങ്ങനെ പോയി. പിന്നീട് കുറച്ച് കഴിയുമ്പോ പനിയെക്കാളും കുറച്ച് വലുത് വന്നു. പനിനെ തിരിച്ചിട്ടിട്ടത് നിപ്പ അല്ലേ, നിപ്പ അതിനെ ഉൾട്ടാക്കിനെ. അതിന് ഉൾട്ടാക്കിനെ നമുക്കറിയില്ല. ഏതോ ആട്ട് ആ തിരിച്ചിട്ട പനി കുറച്ച് ഉഷാറായിട്ട് വന്നിട്ട് അമ്മ മേടിച്ചു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. എന്തേ ഇങ്ങനെ അല്ലാഹു ഇടക്കിടക്ക് ഒരു ഡോസ് തരുന്നു എന്നല്ലാതെ മൊത്തം അല്ലാഹു നശിപ്പിച്ചില്ല. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചിട്ടാ. ഇടക്കിടക്ക് ഒരു ഡോസ് തരുന്നത് നിനക്കൊരു ഇഷാർത്തിന് വേണ്ടി, നിനക്കൊരു ഉണർവിന് വേണ്ടി, നിനക്കൊരു ബോധം വരാൻ വേണ്ടി. നീ എപ്പോഴും ഓൺലൈൻ ലിങ്കിനെ ലയിച്ച് നിൽക്കണ്ട, അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണ്ട. കുറച്ചൊക്കെ അല്ലാഹുവിലേക്ക് മടങ്ങ്, കുറച്ചൊക്കെ അല്ലാഹുവിലേക്ക് പോ, അവന്റെ ദിക്റിലേക്ക് പോ, അവനെ പേടിച്ചവനാകോ. ഖൽബിന്റെ ഏറ്റവും വലിയൊരു അലങ്കാരം, ഖൽബിന്റെ ഏറ്റവും വലിയൊരു ഭംഗി, ഹൃദയത്തിന്റെ ഏറ്റവും നല്ല ഡെക്കറേഷൻ അത് അല്ലാഹുവിന്റെ ഖൗഫ, അള്ളാഹുവിനോടുള്ള പേടിയാണ്. അതുണ്ടോ അവൻ ഏറ്റവും നല്ല ഭംഗിയുണ്ട്. അള്ളാഹിന്റെ പേടിയുള്ള പെണ്ണാണോ എങ്കിൽ അവക്ക് നല്ല ചന്തമുണ്ട്. അള്ളാഹിന്റെ പേടിയുള്ള മനുഷ്യനാണോ എങ്കിൽ അവന് നല്ല ഡെക്കറേഷൻ ചേലുണ്ട്, നല്ല ചേലുണ്ട്. അള്ളാഹിന്റെ പേടിയാണ് ഏറ്റവും നല്ല ചന്തം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാന്മാർ ഉദ്ധരിക്കുന്നു, അതല്ലെങ്കിൽ മഹാന്മാർ പറയുന്നു, ലികുല്ലി ഷൈഇൻ സീനത്തുൻ വസീനത്തുൽ ഇബാദി ഖൗഫുല്ലാഹ് വസീനത്തുൽ ഇബാദി അൽ ഖൗഫു മിനല്ലാഹ്. എല്ലാത്തിനും ഒരു അലങ്കാരം, ഒരു ഡെക്കറേഷൻ, ഒരു ചന്തം, ഒരു ചേലുണ്ട്. എന്നാൽ ജനങ്ങളുടെ ചന്തം, അടിമകളുടെ ചേല് അല്ലാഹുവിനോടുള്ള പേടിയാണ്. ആ പേടിയുണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ട, ആരും പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട.
ഒന്നിനെയും പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട. അള്ളാന്റെ പേടിയുണ്ടെങ്കിൽ പിന്നെ ആരെയും പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട. ഇരിക്കട്ടെ, ചെറിയ ചെറിയ ഡോസായി അല്ലാഹു തആല പലർക്കും മുന്നറിയിപ്പായി പലവിധ ആപത്തുകളും ലോകത്ത് തരുന്നു എന്നല്ലാതെ വലിയ വല്ലതെല്ലാം മാറ്റിവെക്കാനുള്ള കാരണം ഒന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം. അങ്ങനെ പല ഘടകങ്ങളുമുണ്ട്. അതിലൊന്ന് ഈ ജനങ്ങളെ തെറ്റ് ചെയ്യുന്നവരായിട്ട് പോലും അള്ളാഹുവിന്റെ കഠിനമായ കഠോരമായ അദാബേൽക്കാതെ ഇവിടെ അതാ ഇങ്ങനെ കയ്യും വീശി നടക്കാനുള്ള ചില കാരണങ്ങളിൽ മറ്റൊന്ന് ഈ വയസ്സന്മാരാണ്. കാലങ്ങളേറെയായി റബ്ബിന് റുക്കൂ ചെയ്യുന്ന ഈ വയസ്സന്മാർ, അള്ളാഹുവിന് ധാരാളം സുജൂദ് ചെയ്യുന്ന ഈ വയസ്സന്മാർ, ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ഈ നല്ലവരായ വയസ്സന്മാർ, അവർ ഈ ലോകത്തുള്ളത് കൊണ്ട്, ഈ ലോകത്ത് അവർ സാന്നിധ്യമുള്ളത് കൊണ്ട് പടച്ച റബ്ബ് ലോകത്തെ കാത്തു. ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കൂ, ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്കൂ വസിബിയത്തും മിനൽ യതാമാറുല്ലാഹ്. അതേ വയസ്കരായ വലിയവരായ അതേ സിറ്റിസൺ പ്രജകളായ ഈ വയസ്സന്മാർ, ഏത് വയസ്സന്മാർ റുകൂഉള്ള സുജൂദുള്ള നിസ്കാരമുള്ള നിലപാടുള്ള നല്ല സംസ്കാരമുള്ള ഈ വയസ്സന്മാരില്ലായിരുന്നുവെങ്കിൽ, അവർ നമ്മുടെ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ ഇടയിലില്ലായിരുന്നുവെങ്കിൽ സുബ്ബാലൈക്കും മുല്ലാദാബുൽ ലൗജഊ, എപ്പോഴേ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയനെ. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങാതെ, മുച്ചൂടം അള്ളാഹു നശിപ്പിക്കാതെ, സകലവും നശിപ്പിക്കാതെ അള്ളാഹു ഈ ലോകത്തെ കാത്തത്, നമ്മളെ കാത്തത് പല കാരണങ്ങളിൽ. ചിലതിലൊന്ന് ഈ നല്ലവരായ വയസ്സന്മാരുടെ സാന്നിധ്യമാണ്. അവഹേളിക്കപ്പെടേണ്ടവരല്ല, അവഗണിക്കപ്പെടേണ്ടവരല്ല, ആദരിക്കപ്പെടേണ്ടവരാണവർ. ചെറുപ്പക്കാർ കേൾക്കണേ, ഇനി നമ്മുടെ ബാല്യക്കാരോ, നമ്മുടെ യൂത്ത് വിംഗുകാരോ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ നല്ല പരിപാടിക്ക് വേണ്ടി നാളേറെയായി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടതിൽ 99% ബാല്യക്കാരാണ്. അല്ലേ? അല്ലാഹു തആല അവർക്ക് ഖൈർ നൽകട്ടെ. ആ ബാല്യക്കാർക്ക് അല്ലാഹു ഖൈർ നൽകട്ടെ. എല്ലാ അവർക്ക് പണിയുണ്ട്, ഒരുപാട് പണിയുണ്ട്, ജോലിയുണ്ട്. എല്ലാം മാറ്റിവെച്ചിട്ട് അവർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഒരിത്തിരി സമയം, പല രാത്രികളായി മനോഹരമായ വേദിയൊരുക്കി, വേണ്ടതുപോലെ ഗ്രൗണ്ടൊക്കെ മനോഹരമാക്കി, നല്ല സദസ്സൊരുക്കി, ഇതിനു വേണ്ടി ഫ്ലക്സും കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തു. ഇതിന്റെ പിന്നിൽ അവർ പിന്നണി ആളുകളായി, ഇതിന്റെ എല്ലാമായി, ഇതിന്റെ വിജയ റുവാരികളായി നാളേറെയായി കഷ്ടപ്പെട്ടവരിൽ 99% ബാല്യക്കാരാണ്. പടച്ചതമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. കുറെ ദൂരായി നിർത്താനാകുമ്പോ പറയണം. എന്റെ വാച്ച് സമയം കറക്റ്റ് ഉണ്ട്, പിന്നെ പഴയ വാച്ചല്ലേ, എപ്പോ എന്താവും ചെല്ലാൻ കാല. അല്ലെങ്കിൽ നമ്മളെ കംപ്ലൈന്റ് എന്തറിഞ്ഞ ഉസ്താദ് മൈക്കിൻ്റെ അവിടെ ഇങ്ങനെ നിന്നിട്ട് ചെല്ലുമ്പോഴാണ് നമുക്കെല്ലാം കേൾക്കുന്നത്. അപ്പുറം പോകുമ്പോൾ എന്തും കേൾക്കുന്നില്ല. കുറേ അടുത്ത് കംപ്ലൈൻ്റ് ഉണ്ട്. ഈ അപ്പുറം ജസ്റ്റ് തിരിയുമ്പോൾ തന്നെ കേൾക്കുന്നില്ല. ഇനി ഞാൻ കഷായം എടുക്കാൻ 3 മീറ്റർ അപ്പുറം പോയി എന്താവും, എന്തും കേൾക്കാല്ലേ. അല്ല പിന്നൊന്ന് ഈ അപ്പുറം പോവാണ്ട് ചെല്ലാന് എനിക്ക് ജീമില്ലേ? ഞാൻ ആടാതിരിക്കോ, ഞാൻ അനങ്ങാതിരിക്കോ, ഞാൻ നീങ്ങാതിരിക്കോ? ഇല്ല. അപ്പൊ അതിന് വേറെ നിങ്ങൾ എന്തെങ്കിലും സംവിധാനം ആക്കണം എന്നല്ലാണ്ട് എനക്ക് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഷോക്ക് അടിച്ചിട്ട് വേണം. അല്ലേ ശരി പോലെ പിന്നെ ബടി പോലെ നിൽക്കാമോ? അതാർക്കും കഴിയില്ലല്ലോ. ഏതായാലും അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ. നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ ഈ അധ്വാനം ഇത് ഒരിക്കലും തള്ളപ്പെടേണ്ട കാര്യമല്ല. ഈ ഇങ്ങനെല്ലാക്കിയിട്ട് എന്ത് ഗുണ വേണ്ടി നിനക്ക് അയ്യല്ലോ പിന്നെ ചെല്ലാ ഗുണം ഉണ്ടായില്ലേന്ന്. കുറെ ആൾമാർ അങ്ങനെ ഉണ്ടോ, എപ്പോ എന്ത് ബാല്യക്കാരാക്കിയെങ്കിലും അതിനെ ഒരു എന്താക്കുന്നത്, നെഗ്ലക്ട് ആക്കുന്നത്, എന്താക്കുന്നത് അല്ലേ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ അവഹേളിക്കുന്ന, ഒരു ഇൻസൾട്ട് ആക്കുന്ന, ചെറുതാക്കുന്ന. എന്തുമല്ലേ ഇതെന്ത് ഞങ്ങെന്തല്ലാക്കിയ നിങ്ങെന്തല്ലാക്കുവാറ്, നിനക്ക് ഇത്ര പണിയില്ല എന്നല്ലേ. ഓനക്കിപ്പോ എന്തെല്ലാം പണിയുണ്ട്? ഓന് 4G ഉണ്ടായിട്ടേ മതിയാന്നല്ല സ്പീഡ്, പിന്നല്ലേ
ഓന്റെ പണി ഭയങ്കര. അപ്പൊ ഈന്റെ ഇടയിൽ ടൈം പിടിച്ചിട്ട് പോയി ഇതെല്ലാം ആക്കിയത് വലിയൊരു വിഷയല്ലേ? അഭിനന്ദിക്കേണ്ട വിഷയല്ലേ? അഭിനന്ദനർഹമല്ല അല്ലേ? അല്ലേ? എപ്പോഴും സ്തുത്യർഹമായ സേവനമാണ് നമ്മുടെ ചെറുപ്പക്കാർ ചെയ്യുന്നത്. അതിനെന്ത് വേണം? വലിയവരായ വയസ്കരായ നല്ലവരായ മാതാപിതാക്കള് നല്ല ശീലങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണോ? ചെറുപ്പത്തിലെ മക്കളെ നന്നാക്കണോ? ചെറുപ്പത്തിലെ മക്കളെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായി വരാനുള്ള ആലിമീങ്ങളാക്കാനുള്ള മനസ്സ് വേണോ? മുത്താലിമീങ്ങളാക്കാനുള്ള മനസ്സ് വേണോ? ആരറിയാമോ ഈ മുത്താലിമീങ്ങള്? ആര്? ഞങ്ങൾക്ക് ചിലപ്പോ കാണും, ഓ എന്ത് കുരുത്തക്കേട് പോവാ, എന്ത് കുരുത്തക്കേട് പോവാ, ആ മുത്താലി മക്കളെ എന്ത് കുരുത്തക്കേട് പോവാ, അങ്ങനെ ചൊല്ലിട്ട് എത്ര ആൾക്കാർ? ചില ആൾക്കാർ അങ്ങനെ ഏതോ നാട്ടിന്റെ കുട്ടികൾ വന്നിട്ട് ഇവിടെ പഠിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ലാഭം? ഓർത്തമാ മക്ക വന്നിട്ട് കൂടെ പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണപ്പാ അതില്? ഞങ്ങൾ ചോറ് കൊടുക്കുറവില്ല, ഞങ്ങൾ ഫാൻ ഇട്ടിട്ട് ഞങ്ങൾ ഉറക്കുറവില്ല, ഞങ്ങളെ പള്ളിയിൽ ജാഗ കൊടുക്കുറു, ഞങ്ങൾക്ക് എന്ത് ലാഭം? അങ്ങനെ കേൾക്കുന്നവനും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം അറിവില്ലായ്മയുടെ ചോദ്യമാണ്. എന്റെ നിങ്ങൾക്ക് 4-5 മക്കളില്ലേ? എന്തോ ഒരു കിടാവിനെ പോലും പഠിക്കാൻ അയക്കാഞ്ഞേ? നീ വലിയ ആളെ മതിരി പിമ്പളക്കുന്നല്ല. അയാളെ പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണം? ആ മുത്താലിമിനെ ഓദിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണം? ഏതോ കിടാവിനെ കൊണ്ടത് ഞങ്ങൾക്ക് എന്ത് ഗുണം? നിന്റെ കിടാവിനെ കൊണ്ടാ നോക്കാ പഠിപ്പിക്കട്ട്, എന്താ കൊണ്ടല്ല? ഇല്ലേ നന്റെ മോന്ന് ബട്കള പിന്നൊന്നു ബണ്ടുവാള. അപ്പൊ നിന്റെ മോ എപ്പോഴും ബട്കളലും ബണ്ടുവാളലും, ബാക്കിയുള്ളവന്റെ കിടാവും പഠിക്കാനും കയ്യല്ല. ഈനെന്തർത്ഥമുള്ള? അപ്പൊ നീ ഒന്ന് മരിച്ചെങ്കിൽ ഒരു യാസീൻ ഓതട്ടെ. നിന്റെ മക്കൾക്ക് അതിനുള്ള യോഗമില്ല. ഏതെങ്കിലും മക്കളെങ്കില് നിന്റെ കബറും പുറത്ത് വന്നിട്ട് ഒന്ന് ദുആരെന്നാൽ അത് നിനക്ക് മെച്ചല്ലേ? പിന്നെന്തിനെ ആക്ഷേപിക്കണം? ആരാ മുത്താലിമീങ്ങള്? ഭൂമി ലോകത്ത് കണ്ണില് കാണുന്ന മലായികത്തീങ്ങളാണെന്ന്. ഭൂമി ലോകത്ത് മലായികത്തീങ്ങളാണെന്ന്, കണ്ണില് കാണുന്ന മലായികത്തീങ്ങളാണ് മുത്തഅല്ലിമീങ്ങളെന്ന് ഹബീബുൽ വറ റസൂലുള്ളാഹ്. ഈ ഭൂമി ലോകത്ത് നമ്മുടെ കണ്ണില് നഗ്നനേത്രങ്ങൾക്ക് കാണാവുന്ന മാലാകമാരാണ് ഈ മുത്തഅല്ലിമീങ്ങള്. ചെറിയവരല്ല. ഈ ലോകം കണ്ട ആലിമീങ്ങളാരാണോ? ഈ ലോകത്ത് കഴിഞ്ഞുപോയ ആലിമീങ്ങളാരാണോ? സഹാബികളിൽ നിന്നാകട്ടെ, പിന്നെ മദ്ഹബിന്റെ ഇമാമീങ്ങളിൽ നിന്നാകട്ടെ, പിന്നീട് വന്ന മഹാന്മാരിൽ നിന്നാകട്ടെ, മഹത്തായ സമസ്തയുടെ ആലിമീങ്ങളാകട്ടെ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരാകട്ടെ, കഴിഞ്ഞുപോയ മരിച്ചുപോയവരാകട്ടെ, ഏത് ആലിമീങ്ങളായാലും ഏത് ഇമാമീങ്ങളായാലും അവരെല്ലാം ഒരു കാലത്ത് മുത്തഅല്ലിമീങ്ങളായിരുന്നു. ലോകത്തിന്റെ കുത്തുബ് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നതാ ഉമ്മ കൊടുത്ത വെള്ളിയുടെ നാണയം. ആ വെള്ളിയുടെ നാണയം തന്റെ ഷർട്ടിന്റെ സൈഡിലതാ കീശയിലിട്ടിട്ട് തുന്നി വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി ചെന്നല്ലോ. മുതഅല്ലിമായി, പഠിതാവായി, വിദ്യാർത്ഥിയായി അങ്ങകലെ നാട്ടിലേക്ക് പഠിക്കാൻ വേണ്ടി ആ കുഞ്ഞുമോനെ പോകുമ്പോഴാണ് കള്ളന്മാര് പിടിച്ചത്. അപ്പോഴാണ് ആ കിടാവിന്റെ കീശയിലുള്ള കാശെല്ലാം എടുത്തു. എവിടാടോ, എത്രയുണ്ട്, എവിടെയുണ്ട് എന്ന് ചോദിക്കുമ്പോ മുതഅല്ലിമായി പഠിക്കുന്ന, വിദ്യാർത്ഥിയായി പഠിക്കുന്ന ആ കുഞ്ഞിളം പൈതല്, അതേ അന്നത്തെ അബ്ദുൽ ഖാദിർ, ആ കള്ളന്മാരോട് പറഞ്ഞു, ഇതാ ഇവിടെയുണ്ട്, എടുത്തോളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ കള്ളന്മാർക്ക് നീട്ടിക്കൊടുത്തപ്പോ കള്ളന്മാർ അത്ഭുതപ്പെട്ടു പോയി. അല്ല കുഞ്ഞ്, നീ എന്തേ നേറി ചെല്ലിയത്? നീ എന്തേ കളവ് ചെല്ലാമായിരുന്നില്ലേ? നീ ഉള്ളതുള്ള പോലെ തന്നെ ചെല്ലി ഇതിന്റെ ഇടയിലുണ്ടോന്നു. ഞങ്ങൾ അവിടെക്കൊന്തു കൈയിടല്ല, ഞങ്ങൾ പോയില്ല, കാണുന്നില്ല മാത്രം നോക്കിയിട്ട് മുണ്ടാണ്ടിരിക്കട്ടെ. നീ ഉടനുണ്ട് സൈഡിലുണ്ടോ എന്ന് ചെല്ലി ഉമ്മ വെച്ചിനാടാന്ന് എന്തിനു പറഞ്ഞു അങ്ങനെ എന്ന് ചോദിച്ചപ്പോ ആ കുഞ്ഞ് പറഞ്ഞതാ, ഇല്ല എനിക്ക് കളവ് പറയാൻ കഴിയില്ല, ഞാനൊരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, ഞാനിപ്പോഴേ പഠിച്ചു വരുന്നത് കളവ് പറയാൻ പാടില്ല എന്നാണ്. എൻ്റെ ഉമ്മ പാപ്പ എന്നോട് പറഞ്ഞതും അങ്ങനെ തന്നെ, കളവ് പറയരുത് കുഞ്ഞെ, കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യിലെ പൊന്നി കൊടുത്തോവർ, അതുകൊണ്ടാണ് ഞാൻ കളവ് പറയാഞ്ഞേ എന്ന് പറഞ്ഞിട്ട് സത്യം മാത്രം പറഞ്ഞിട്ട് പിന്നീട് ലോകത്ത് വളർന്നു വന്ന് ലോകത്തിന്റെ കുത്തുബായി മാറിയ മഹാനായ ഗൗസുൽ തങ്ങളും ഒരു മുതഅല്ലിമായിരുന്നു. ആലിമുൽ ആലമെന്ന്
ആലിമുൽ ആലമെന്ന്, ലോക പണ്ഡിതനാണെന്ന്, ലോക പണ്ഡിതരെന്ന് അറബ് ലോകം പറഞ്ഞിട്ടുള്ള ശംസുൽ ഉലമ എന്ന അപരാഭിനാമത്തിൽ ലോകവിശ്രുതരായ ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഒരു കാലത്ത് പഠിച്ച മുതഅല്ലിമായിരുന്നു. എല്ലാം അതിന്റെ പിന്മുറക്കാരാണിവർ, ചെറിയവരല്ല. അവർ നടന്നു പോകുന്ന വഴി പരിമളം പരത്തുന്ന വഴിയാണെന്ന്, അവർ കടന്നു പോകുന്ന ഖബർസ്ഥാൻ മഗ്ഫിറത്തിന്റെ ഇടമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മുതഅല്ലിമീങ്ങൾ ആദരിക്കപ്പെടണം. ഉസ്താദ് ഞങ്ങൾ പഠിച്ചിട്ട് മൊയിലാറായെങ്കിൽ പിന്നെ നല്ല പണി കിട്ടുക. എന്തേ ഞങ്ങൾക്ക് മൊയിലാറായിട്ട് പണി എന്ത് കിട്ടിയിട്ടില്ലേ? അല്ല ഉസ്താദ് പഠിച്ചിട്ട് മൊയിലാറായെങ്കിൽ പിന്നെ നല്ല പെണ്ണ് കിട്ടുക. എന്തേ എനിക്ക് പെണ്ണ് കിട്ടിയിട്ടേ? യമാൻ ഉസ്താദിന്റെ പെണ്ണിനെ കണ്ടെങ്കിൽ ഫൈസ് ഉസ്താദിനെ പെണ്ണ് എന്താവർക്കൊന്ന് പെണ്ണ് കിട്ടിയിട്ടേ? അല്ല ഉസ്താദ് നല്ല ശമ്പളം വെക്കുക. നല്ല ശമ്പളം മാത്രമല്ല, നല്ല ഭക്ഷണവും അല്ലാഹു തആല നൽകി. എന്തിനു കുറവുള്ള ഏത് മൗലിയാരാണ്, ഏത് ആലിമാണ് ഇപ്പൊ പോലെ വലിയ ഡിമാൻഡ് ചില പെണ്ണിടാക്കൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ. ഞാൻ അറിയില്ല, എനിക്ക് അങ്ങനെ അനുഭവമില്ല. പറഞ്ഞു കേട്ടു എന്തെന്ന്, ചില പെണ്ണിടാക്കൊക്കെ ഇപ്പൊ വലിയ ഡിമാൻഡ്. എന്ത് പുതിയ പളാവും, മൊയിലാർ വേണ്ട. മൊയിലാമാർക്ക് ബേജാറാണ്. എന്താ പേടിക്കണ്ട, കൂടുതലും പിന്നൊന്നുള്ളൂ. വിടറോ മൊയിലാറ് വേണ്ട. സത്യം പറഞ്ഞാൽ ശരിക്കുള്ള സ്നേഹവും പിരിച്ചപ്പാടും നിങ്ങളിൽ നിന്നില്ലാന്നല്ല, അത് മട്ടം പോലെ കിട്ടണമെങ്കിൽ കെട്ടി നോക്കണം, അപ്പൊ മനസ്സിലാവും. ഈ പറയപ്പെട്ട മഹാന്മാരെ ആലിമീങ്ങൾക്കെല്ലാം ഭാര്യമാരുണ്ടായിരുന്നു അല്ലേ? മഹാനായ കോയക്കുട്ടി ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ മഹാനരായ അമരക്കാര് പ്രസിഡന്റായി നമുക്ക് നേതൃത്വം നൽകിയ, ആയിരക്കണക്കിന് ദിക്ർ മജ്ലിസിന് നേതൃത്വം നൽകിയ, ദുആക്ക് ഉത്തരം നൽകപ്പെട്ടിരുന്ന ദ്വാരനാൽ ഉത്തരം ലഭിച്ചിരുന്ന മഹാനരായ മുസ്തജാബ് ദഅവയായ മഹാനായ ആനക്കര സി കോയക്കുട്ടി ഉസ്താദ് ഒരവസരം അവിടുന്ന് ഗൾഫിലേക്ക് പോയി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സംഭവം കേട്ടിട്ടുണ്ടാവും. ഞാനിത് പറയുന്നത് മുത്തു ഹബീബറ നന്തര അവകാശികളു. ഇത് എന്താണ് ഈ വിഷയത്തിന്റെ മീനിങ് നമുക്ക് മനസ്സിലായിട്ടാ. ഞാൻ ബയ്യയുടെ വന്നിട്ടാകുമ്പോൾ ഒന്നും കൂടി മനസ്സിലായി, ഇവിടെ ചെല്ലിട്ട് കേട്ടിട്ടാകുമ്പോ അപ്പോഴാണ് തിരിഞ്ഞത് ഏകദേശം. അപ്പൊ അതിൽ പെട്ടത് തന്നെയാണ് ഈ പറയണത്. അല്ലാണ്ട് ഇപ്പോ ഉസ്താദ് അത് ചെല്ലിട്ട് പോയി, ഉസ്താദ് ഇത് ചെല്ലാതെ പോയി, ഉസ്താദ് അത് ബാക്കി വെച്ചിട്ട് പോയി, ഇത് പെൻഡിങ് ആക്കിയിട്ട് പോയി എന്നൊന്നും ചെല്ലാൻ നിൽക്കണ്ട. ഈ 2 മണിക്കൂറിനുള്ളിൽ ഇപ്പൊ എന്തെല്ലാം ചെല്ലാൻ കഴിയും നമുക്കെന്നറിയില്ല. എന്നാലും ഇത് കേൾക്കണം, ഇതൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. മഹാനായ കോയക്കുട്ടി ഉസ്താദ് ഞാൻ പറഞ്ഞതിനറിയോ, അങ്ങ് പെണ്ണ് കെട്ടണമെങ്കിൽ പെണ്ണ് പുതിയാപ്പടം നോക്കുന്ന മൊയിലാറ് വേണ്ട. നീ ഏതൊരു പെണ്ണ് ചെല്ലിയാല മൊയിലാറ് വേണ്ട. അത് ഏടെ ചെല്ലി നമുക്ക് അറിയില്ല. അങ്ങനെ ആരോ ഇങ്ങനെ വിഷയം കേൾക്കുമ്പോൾ ചെല്ലി പെണ്ണ് ചെല്ലി മൊയിലാറ് വേണ്ട, വേറെ ഏത് പോവും. എന്താട്ടെ മൊയിലാറ് കെട്ടിക്ക് എന്താ അതിന്റെ ശരിക്ക് സ്നേഹം അവരൊന്നും ലഭിക്കും, വേണ്ടതുപോലെ ലഭിക്കും. അവരൊന്നും പഞ്ചമാറല്ലോ. നിങ്ങൾ കണ്ടില്ലേ ഏതെങ്കിലും റോഡ് സൈഡിൽ, ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തുകയല്ല, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മാപ്പിള കള്ളു കുടിച്ചിട്ട് റോഡ് സൈഡിൽ വീണ് അവിടെ നിന്ന് തെണ്ടി ജീവിക്കുന്നുവെങ്കിൽ അതൊരു മൗലാരായ മാപ്പിളയല്ല, സാധാരണക്കാരനായ മൗലാരല്ലാത്ത മാപ്പിളയാണ്. മൗലാർ അങ്ങനെ കുടിച്ച് വീഴേണ്ട ഒരു ഗതികേട് ഇല്ല, വന്നിട്ടില്ല. ആലിമായ മാപ്പിളക്ക് ആ ഗതികേട് വന്നിട്ടില്ല. പിന്നെന്താ ആലിമായിട്ട് മാപ്പിള വേണ്ടെന്ന് പറയണം? എന്താ മനസ്സിലായില്ല? അല്ല നല്ല ഡ്രസ്സും വീടല്ല. എന്താ നീ ഇപ്പൊ നക്കം നടന്നുള്ളേ? അല്ല മനസ്സിലാവുന്നില്ല, ആ ചോദ്യം മനസ്സിലാവാത്തോണ്ടാ. സ്നേഹമറിയണോ, പിരിശപ്പാട് വേണോ? അവിടെ മൗലാരനായ നല്ലതായി, മൗലാരനായിട്ട് വേണമെന്നൊന്നും പറയണില്ല. നല്ല മാപ്പിളയെ കിട്ടണേ എന്നത് ആരൊക്കെ അതിനു വേണ്ടി ചോദിക്ക, അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചോ, അതിനു വേണ്ടി പ്രാർത്ഥിച്ചോ. അത് ആലിമാവട്ടെ അല്ലാത്തവരാവട്ടെ, ആലിമായ നന്നായി. സക്കര ಕಬ್ಬಿಣ ತೋಟದಲ್ಲಿ ಸಕ್ಕರೆ ಬೆಳೆದಂತೆ. മനസ്സിലായില്ല? ആലിമായ നന്നായി, ഡബിൾ ഗുണമായി, ഡബിൾ സ്നേഹമായി, ഡബിൾ മധുരമായി, ഡബിൾ സംസ്കാരമായി. കബ്ബിണ തോട്ടದಲ್ಲಿ സക്കര ಬೆಳೆದಂತೆ. അവിടെ മുന്നന്നെ മധുരം ഉണ്ടോ, അതിന്റെ ഇടയിൽ പഞ്ചാരയും കൂടി വെളിഞ്ഞങ്ങ് വിനിച്ചലാണ്. ഡബിളായില്ലേ? ആലോചിച്ചോക്ക്. മഹാനായ കോയക്കുട്ടി ഉസ്താദ് അവിടുന്ന് ഗൾഫിലേക്ക് ഒരു യാത്ര പോവാണ്. വയസ്സുകാല മരണപ്പെടുമ്പോ തന്നെ ഏകദേശം 90ഓളം വയസ്സുണ്ടല്ല. ഗൾഫിലേക്ക് പോയി. നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ, സമുദായത്തിന്റെ വലിയവരായ നേതാക്കന്മാർ, നല്ലവരായ പ്രവർത്തകന്മാർ വിളിച്ചിട്ട് മഹാൻ പോയതാ.
പ്രായമേറെയുണ്ട്, കൂടെ ഖാദിമീങ്ങളും ഉണ്ട്. അങ്ങ് ചെന്നു. ചുരുക്കട്ടെ സഹോദരങ്ങൾ, ഗൾഫിലെത്തി, GCC കൺട്രിയിലെത്തി. അവിടെ എത്തിയിട്ട് ഫ്ലൈറ്റ് ഇറങ്ങി, ബന്ധപ്പെട്ടവർ റൂമിൽ കൊണ്ടുപോയി അവിടെ നിന്ന് കുളിച്ചു, ഫ്രഷായി. അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി പോന്നു. പിന്നീട് അവിടെ നിന്ന് വരുമ്പോൾ ധരിച്ചതായ കോട്ട് കമീസ് അതങ്ങ് മാറ്റി വേറൊരു കമീസ് ധരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പെട്ടിയിൽ നിന്നൊരു കമീസ് എടുക്കുകയാണ്. ആ കമീസ് അങ്ങ് എടുത്തിട്ടങ്ങ് നീണ്ട് നിവർത്തി അതിനൊന്ന് കൊട്ടി കുടഞ്ഞ് ഒന്ന് ധരിക്കാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കൂടെയുള്ളവർ കണ്ടുപോയി ആ കോട്ട്, ആ കമീസിൽ ഒരു വട്ട. അവിടെ ചെറിയ ചെറിയ ഒട്ടകൾ. അതായത് പുതിയ കമീസല്ല, ഓൾഡ് കമീസ്, പഴയ കമീസ്, ഒട്ടയുള്ള കമീസ്, യൂസാക്കിയ കമീസ്, പുതിയ കമീസല്ല. വലിയൊരു മജ്ലിസിലേക്ക്, വലിയൊരു സദസ്സിലേക്ക്, വലിയൊരു ജനബാഹുല്യമുള്ള ഒരു സദസ്സിലേക്ക് വലിയവരായൊരു മഹാൻ പോകുമ്പോ പുതിയൊരു കമീസ് ധരിച്ചിട്ട് പോകുന്ന ഒരു രംഗം കാണുമ്പോ അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സഭിക്കരുടെ ഇടയില്, ഈ പ്രവർത്തകന്മാരുടെ മുമ്പില് ഒന്നരായ ശൈഖുന അവിടെ നിന്നതാ ഓട്ടയുള്ള, ദ്വാരമുള്ള, റന്ത്രകളുള്ള കമീസ് അങ്ങ് എടുത്തിട്ട് ധരിച്ചപ്പോ അവിടെ നിന്ന് കൂടെയുള്ളവർ ചോദിച്ചു, അല്ലോ ഉസ്താദ്, അതിൽ ഒട്ടുണ്ട്, വേറെ കമീസ് ഇട്ടനെങ്കിൽ നെല്ലുണ്ടായി എന്ന് പറഞ്ഞപ്പോ മഹാനായ ശൈഖുന പറഞ്ഞ മറുപടി, അതേ മക്കളെ, ഒട്ടയുണ്ട്, പക്ഷെ എന്റെ കമീസുകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ഇതാണ്. ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കമീസുകളെ കൂട്ടത്തിൽ കുറച്ച് വട്ട കുറഞ്ഞിട്ടുള്ള കമീസ്, ദ്വാരങ്ങൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും കുറവ് ദ്വാരങ്ങളുള്ള കമീസ് അത് ഇതാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ വിരിശപ്പെട്ട ഭാര്യ കേൾക്കണം, നിങ്ങൾ നല്ല പോലെ കേൾക്കണം, ഇത് നിങ്ങൾ നല്ല പോലെ കേൾക്കണം, ഇത് നിങ്ങൾ വയസ്സനായ വൃദ്ധാവസ്ഥയുടെ അങ്ങേ തലയിലെത്തിയ മഹാനരായ കോയക്കുട്ടി ഉസ്താദ് അവിടത്തെ ഭാര്യയെ പറ്റി പറയണത് ഭാര്യ ബാലക്കാർത്തിയല്ലോ, അവിടത്തെ ഭാര്യയും വയസ്സെത്തിയല്ലേ, അവിടത്തെ പെഞ്ഞായും വയസ്സെത്തിയല്ലേ. മഹാനായ കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞെന്തറിയോ, ഞാൻ ഗൾഫിൽ വരുന്നു എന്നറിഞ്ഞപ്പോ, ഞാൻ ഗൾഫിലേക്ക് പോകുന്നു എന്നായപ്പോ ഒരുക്കങ്ങൾ കൂട്ടുമ്പോ, തയ്യാറെടുപ്പുകൾ കൂട്ടുമ്പോ എന്റെ ഭാര്യ ഉള്ളതിൽ നല്ലൊരു കമീസ് കഴുകി ഇസ്തിരിയിട്ട് മടക്കി വെച്ചതാണിത്. ഇതെന്റെ ഭാര്യ മടക്കി വെച്ച കമീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കമീസാണ്. ഈ ചരിത്രത്തിൽ നമ്മൾ ഒന്നാമത്തെ പാഠം പഠിക്കണം. നമ്മുടെ മഹാന്മാരാര്? ഒന്നാമത്തെ പാഠം അതാണ്. രണ്ടാമത്തെ പാഠം മാതൃകാ ദമ്പതികളാര്? മൂന്നാമത്തെ പാഠം ആലിമായ മാപ്പിളക്ക് വാണതുകൊണ്ട് വയസ്സുകാലത്ത് പോലും പിരിശം മുറിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ കുറെ വയസ്സന്മാരുണ്ട്. ഏകദേശം ഒരു 50-55 പെഞ്ഞായി കിച്ചണിലെ മാപ്പിള രണ്ടാമത്തെ തട്ടിൽ മീത അവിടെ വയസ്സായല്ലേ. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാർ മരണം വരെ ഒരു തലയണലല്ലാതെ ഉറങ്ങരുത്. മാപ്പിള പെഞ്ഞായിമാർ മരണം വരെ ഒരു തലയണ വെച്ചിട്ടല്ലാതെ ഉറങ്ങരുത്. അപ്പൊ ഉസ്താദ് വലിയ തലങ്ങണി വേണ്ടേ രണ്ടാൾക്ക്? അങ്ങനല്ല അതിന്റെ അർത്ഥം. അങ്ങനല്ല. അങ്ങ് എപ്പോഴും അടുത്തടുത്ത് വേണോ, അങ്ങ് എപ്പോഴും മുട്ടമേ വേണോ, അങ്ങ് എപ്പോഴും നല്ല പഞ്ചാറ് വിശേഷമൊന്നുണ്ടേ വേണോ, അങ്ങ് എപ്പോഴും ചെറിയ ചെറിയ കുസ്സാളും തമാശലായുണ്ടേ വേണോ, അതതിന്റെ അർത്ഥം. അല്ലാണ്ട് നീ 2 തലം കണ്ട് അപ്പുറം എറിഞ്ഞിട്ട് വലിയ തലം കൊണ്ടണ്ട. മരണം വരെ എന്ന് പറയുമ്പോ വയസ്സുകാലത്ത് അവർ അകലാൻ പാടില്ല. അല്ലെങ്കിലും ഇപ്പല്ലല്ലോ അവർ ദൂരം ഇപ്പൊ അവർ ഏറെ അടുക്കേണ്ടതല്ലേ. കാരണം അത് വയസ്സായി, ഒറ്റക്ക് എണീക്കാൻ കഴിയുന്നില്ല, ഒറ്റക്ക് ഫ്ലാസ്ക് പിടിക്കാൻ കഴിയുന്നില്ല, ഒറ്റക്ക് തസ്ബിന്റെ മാല പറക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇപ്പോഴാണ് പെഞ്ഞായി അടുത്ത് വേണ്ടിയത്, അല്ലെങ്കിൽ പെഞ്ഞായിന്റെ അടുത്ത് മാപ്പിള അടുത്ത് വേണ്ടിയത് അല്ലേ? അപ്പൊ എങ്ങനെയാകലെ? ഞാൻ പറഞ്ഞറിയോ, ആലിം എന്നത് മഹാന്മാരാണ്, അവർ അനുഗ്രഹീതരാണ്. ആ ആലിം പോസ്റ്റിലേക്ക് കയറാൻ വേണ്ടി കാലെടുത്ത് വെക്കുന്നവരാണ് മഹാന്മാരായ മുത്തഅല്ലിമീങ്ങൾ. അവർ വലിയവരാണ്. മുത്തഅല്ലിമ കടന്നു പോകുന്ന ഖബർസ്ഥാനിൽ അല്ലാഹു മഗ്ഫിറത്ത് ചൊരിക്കുമെന്ന്, മർഹമത്ത് നൽകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്
മാലിന്യമായ കിടാവിന്റെ പൊറുതികേട് കാണണ്ട, അവന്റെ കുരുത്തക്കേട് നോക്കിയിട്ട് മാർക്കിടണ്ട, അവന്റെ ഇപ്പോഴുള്ള സ്വഭാവം കണ്ടിട്ട് മാർക്കിടണ്ട. അവന്റെ ഭാവി എങ്ങനെയാണെന്ന് നമ്മൾ അറിയില്ല, നാളെ അതാരാണെന്നറിയില്ല, നാളെ അവൻ ആരാണെന്നറിയില്ല. കഴിയുമോ നിനക്ക്, കഴിയുമോ നിനക്ക്, കഴിയുമോ നിനക്ക് നല്ലോണം പിരിശം കൊടുക്ക, കഴിയുമെങ്കിൽ പിരിശം കൊടുക്ക, കഴിയുമെങ്കിൽ ധാരാളം പിരിശം കൊടുക്ക. ആക്ഷേപിക്കണ്ട, കുറ്റപ്പെടുത്തണ്ട, നിരുത്സാഹപ്പെടുത്തണ്ട. ഞാൻ പറഞ്ഞു വന്നത് നല്ല സംസ്കാരം പഠിപ്പിച്ചിട്ട് അവരെ പഠിതാക്കളാക്കണം. നല്ല പ്രജകളാകണമെങ്കിൽ, നല്ല മനുഷ്യരാകണമെങ്കിൽ, നല്ല ഭാരതീയരാകണമെങ്കിൽ, നല്ല കന്നഡികനാകണമെങ്കിൽ, നല്ല മക്കളാകണമെങ്കിൽ, നല്ല മനുഷ്യരാകണമെങ്കിൽ നല്ലതവർക്ക് പഠിപ്പിക്കപ്പെടണം. ചെറുപ്പത്തിലെ കുട്ടിപ്രായത്തിലെ നല്ലതവർക്ക് കേൾപ്പിക്കപ്പെടണം. ഞാൻ നിർത്തുകയാണ്, സമയം 11 ഒരു 11:11 അല്ലേ? അല്ലേ ഉസ്താദ്? അല്ലേ? 10:30 11:30 ഇപ്പോ കുറെ ലോങ് വേണ്ട, കുറെ ലോങ് എന്തേലും വേണ്ട. കാരണം ഒന്നാമത് നാളെ നിങ്ങൾ തന്നെ വരണോ, നിങ്ങൾക്ക് ഫംഗ്ഷൻ ഉണ്ടോ? നാളെ എനക്കും ഉണ്ട്, ഇതിനെക്കാട്ടും കുറച്ച് അപ്പുറം പോകണം, മറ്റന്ന് അങ്ങ് പോകണം. നിങ്ങളുടെ ദുആ എപ്പോഴും പോകണം. അള്ളാഹു നമ്മുടെ ഖിദ്മത്ത് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഖിദ്മത്തിൽ ഏറിയ ഇഖ്ലാസും അള്ളാഹു കബൂലിയത്തും അതോടൊപ്പം ഏറിയ ഇഖ്ലാസും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ നമ്മളെ ബിസി പറഞ്ഞല്ല, നമ്മളെ തിരക്കെല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നേരത്തെ ഉസ്താദോട് പറഞ്ഞല്ലോ, ഇന്ന് പിന്നെ തുടക്കമായത് കൊണ്ട് ലേറ്റായിട്ടില്ല. എന്നോട് ചെല്ലിയ തന്നെ 9 മണിക്ക് തുടങ്ങുന്നു. 9 മണിക്ക് തുടങ്ങുമെന്ന് ചൊല്ലിയിട്ട് എന്നെ വിളിച്ചിനെ മാത്രം ഒരു 900 വട്ടം വിളിച്ചു. അങ്ങനെയാണ് സംഘടക ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ പവറാണത്. ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ പവർ. റഹ്മാൻ ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ അസീസ് ഭായ്, നമ്മുടെ ഏറെ പിരിശപ്പെട്ട എന്റെ കൂട്ടുകാരനായ എന്റെ സഹപ്രവർത്തകനും കൂടിയായ ഷെരീഫ് മൗലവി, എത്ര വിളിച്ച് ഓർ വിളിക്കുന്ന കാണുമ്പോ ഞാൻ വിചാരിച്ചു ഒരു ഔത്തിന്റെ ഉള്ളിൽ ഉൾഗമാൻ ഫംഗ്ഷൻ. കാരണം അങ്ങനത്തെ വിളി അല്ല, അതങ്ങനല്ല, അത് വെടിച്ചലാക്കിയതല്ല, നമ്മളെ ബുദ്ധിമുട്ടാക്കിയതല്ല. അവരാ ജവാബ്ദാരിന്റെ ഗുണാണ്. അള്ളാഹു താല അത് മുറ പോലെ നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ ഉത്തരവാദിത്വ ബോധം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അൽഹംദുലില്ലാഹ്, തുടക്കമായതുകൊണ്ട് വന്യരായ ഫൈസ് ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ, തുടക്കമായതുകൊണ്ട് അതിൻ്റെതായ ചില മുടക്കങ്ങൾ സർവ്വസാധാരണയാണ്. അത് എപ്പോഴും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, അതെല്ലായിടത്തും. അത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ശരിയാവും. നിങ്ങൾ നോക്കിയാലോ, ഫസ്റ്റ് ഒരാൾ പുര കെട്ടുമ്പോ അയാളിൽ കുറെ വേസ്റ്റ് എല്ലാം കാണും. ഈ ഏണി കൂടെ വേണ്ടാന്ത്, ഈ കിളിബാതിൽ കൂടെ വേണ്ടാന്ത്, ഈ റൂം കൂടാവന്ത്, ഈ സൈഡിൽ വേണ്ടാന്ത്. അതേ മനുഷ്യൻ രണ്ടാമത്തെ ഒരു പുര കെട്ടിട്ടുള്ള ഒരു വേസ്റ്റ് വയ്ക്കാല. എന്റെ അയാൾക്ക് അനുഭവമായി. ഉസ്താദെ പെണ്ണ് കെട്ടിങ്ങോ, ആ പെണ്ണ് കെട്ടിങ്ങോ, അങ്ങനെ ആരും ചിരിക്കില്ലല്ലേ. കാരണം ഒന്ന് കെട്ടിട്ട് ബറബറായിരുന്നു, ഒന്ന് കെട്ടിട്ട് മൂക്കിന്റെ കുടിക്കെത്തിരക്ക്. ഏതുവാട്ടി ഇൻഷാ അല്ലാഹ് നാളെയും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ നീട്ടുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സംസ്കാരം നല്ലതാക്കണം, നമ്മുടെ മക്കൾ നല്ല സംസ്കാരമുള്ളവരാക്കണം. ചെറുപ്പത്തിലെ നല്ല നല്ല വിദ്യാഭ്യാസങ്ങൾ കൊടുത്ത് ഇതുപോലെയുള്ള പ്രകീർത്തന സദസ്സുകളിൽ അവരെ കൊണ്ടുവന്നിരുത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെയും കൊടുത്ത് അവരെ നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ, നല്ലവരായി മുന്നോട്ട് പോകാൻ, നല്ല വാതിലുകൾ തുറന്നു മുന്നോട്ട് പോകാൻ, നല്ല പടികൾ കയറി ഉയരത്തിലേക്ക് പോകാൻ വേണ്ട എല്ലാ ഒത്താശകളും നമ്മൾ ചെയ്തു കൊടുക്കണം. ആ ചെയ്യുന്ന ഒത്താശകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒത്താശ ചെയ്തു കൊടുക്കേണ്ടത് മാതാപിതാക്കൾ. ഗർഭാശയത്തിലുള്ള മക്കൾ, കുഞ്ഞുങ്ങൾ ഗർഭത്തിലിരിക്കുന്ന കാലം മുതല് മാതാപിതാക്കൾ അവർക്ക് നല്ല സംസ്കാരങ്ങൾ ചൊല്ലിക്കൊടുക്കണം. അതെങ്ങനെ ഉസ്താദ് ഗർഭത്തിലുണ്ടാവുമെന്ന് ചൊല്ലിക്കൊടുക്കുന്നത്? അങ്ങനെയുണ്ട്. ഗർഭാവസ്ഥയിൽ തന്നെ നമ്മുടെ എല്ലാ ചലന വളന കുഞ്ഞറിയുന്നു. അതിനല്ലേ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കൂ, പെറ്റപാട്, പ്രസവിച്ച പാട്, കിടാവിന്റെ കണ്ണു നോക്കിയിട്ട് മോണോ നോക്കളാ അങ്ങനെ ആക്കണമെന്നല്ല പറഞ്ഞേ. പിന്നെന്താ പറഞ്ഞേ? പ്രസവിച്ച പാട് ചെവിയിലേക്ക് ബാങ്ക് കൊടുക്കണമെന്നാണ്. എന്താ കാരണം? ആദ്യം കേൾക്കുകയാണ്, കാണുന്ന പിന്നെ കേൾവി എന്നത്. നിങ്ങൾ നോക്കൂ, ആദ്യം കേൾവിയാ. അല്ലാഹു തആല ആദ്യം കൊടുക്കുന്ന കഴിവ്, ആദ്യം പടക്കപ്പെടുന്ന കഴിവ് കേൾവിയാണ്. ആദ്യമേ കേൾക്കുന്ന ഒരു കഴിവുള്ളത് കൊണ്ട്, അങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ കുഞ്ഞു വളർന്നു വരുന്നത് കൊണ്ട്, കുഞ്ഞു ഉയർന്നു വരുന്നത് കൊണ്ട്, കുഞ്ഞു ഗർഭത്തിൽ പാർക്കുന്നത് കൊണ്ട് ആ കുഞ്ഞ് കേൾക്കുന്നത് മുഴുവനും നല്ലതാകണം. മാതാപിതാക്കളെ വായിലൂടെ കേൾക്കുന്നത്, മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേൾക്കുന്നത് നല്ല കാര്യങ്ങളാകണം.
നമ്മളെ ഈ ഭാഗത്ത് തന്നെ ഒരാൾ പ്രസംഗിച്ചില്ലേ അല്ലേ? ഞാൻ ഒരാൾ പ്രസംഗിച്ചില്ലേ അല്ലേ? എന്താ അയാൾ പ്രസംഗിച്ച്? പിന്നെ ആങ്ങളെ മക്ക ആശുപത്രിയിൽ അവിടെ ഇവിടെ പെട്ടിട്ടാകുമ്പോ ബാങ്ക് കൊടുക്കുന്നത് ഞാൻ കേട്ടെ. അപ്പൊ ഞങ്ങളും ഇങ്ങനെ നാനപ്പമേ ഈ തീർമാനാക്കിയ ഞങ്ങൾ എന്താക്കിയ ഞങ്ങളെ കിടാവ് പെറ്റപ്പോ ഞാൻ അങ്ങനെ ചൊന്നേ. ഫസ്റ്റ് എന്ത് സ്നേഹ കൂടാ ഇവിടെ ഞങ്ങൾക്ക് എന്തോ സ്നേഹം കുറഞ്ഞിട്ടില്ല, നല്ലോണം സ്നേഹം ഉണ്ട് അൽഹംദുലില്ലാ. കേട്ടോ, നല്ല വിഷയതല്ല. നിങ്ങൾക്ക് പിടിയായിട്ടിക്കോ? പിടിയായില്ല, നാളെ പിടിയാക്കി ഉറങ്ങാം. അത് വിസ്തരണാക്കി ചെല്ലോടെ ഇപ്പൊ ടൈമില്ല. അയാൾക്ക് ഇപ്പൊ വെടി പൊട്ടി. ഇത് ചെല്ലി കൊടുത്തെങ്കിൽ ഇപ്പൊ സ്നേഹം കൂടുന്നത്. ഞങ്ങളെ റസൂലുള്ള പണ്ടേ പറയും നല്ല തന്നെ ചെല്ലി കൊടുത്തെങ്കിലായി കിടാവ് നല്ലായിട്ട് വരും. നല്ല ഭാരതീയനായി, നല്ല കന്നഡികനായി, നല്ല സംസ്കാരമുള്ളവനായി, നല്ല മകനായി, നല്ല മകളായി വളർന്നു വരാൻ ഏറ്റവും നല്ലത് കിടാവിന്റെ കാതിലേക്ക് കേൾക്കുന്ന മുഴുവനും നല്ലതാകണം. അതിനെ ബാങ്ക് കൊടുക്കുന്നത് ആദ്യം നല്ലത്. മാതാപിതാക്കളെ താരാട്ടുപാടി ഉറക്കുന്നത് നല്ലതാകണം. ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ കേൾക്കുന്നത് മുഴുവനും നല്ലതാകണം. അവരുടെ കാതിൽ അലടിക്കുന്ന വർത്തമാനങ്ങൾ, അവരുടെ ശ്രവണപുടങ്ങളിലേക്ക് പതിക്കുന്ന നമ്മുടെ വാക്കുകൾ, മാതാപിതാക്കളുടെ വിഷയപളക്കങ്ങൾ അത് നല്ലതാകണം, അത് നല്ലതാകണം, അത് നല്ലതാകണം. അതേ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, മുത്തുനബി തങ്ങളുടെ സഹാബിയാണ്, മുത്തുനബി തങ്ങളുടെ വലിയ സഹാബിയാണ്. അതോടൊപ്പം നബി തങ്ങൾ വലിയ ഖാദിമാണ്, സേവകനാണ്. 10 കൊല്ലമാണ് നബി തങ്ങൾക്ക് ഖിദ്മത്ത് എടുത്ത്. ഖദംതു റസൂലല്ലാഹി അശ്റസിനീൻ, ഹബീബായ നബി തങ്ങൾക്ക് 10 കൊല്ലമാണ് ഞാൻ സേവനം ചെയ്തത്, സേവിച്ചത്, ഖിദ്മത്ത് നടത്തിയത് എന്ന് പറഞ്ഞിട്ടുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉമ്മ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, റുമൈസ ബീവി എന്ന ഉമ്മു സലമ, ഉമ്മു സുലൈമ അനസ് ഇബ്നു മാലിക് തങ്ങളുടെ ഉമ്മയാണ്. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങള്, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് അവിടെ ഉമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന അവസ്ഥയില്, ആ അനസ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന അവസ്ഥയില് ഉമ്മ എന്താക്കു പറയോ, എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുഞ്ഞിനെ പിന്നെ കുഞ്ഞ് പ്രസവിക്കപ്പെട്ടു. ആ അനസ് ഇബ്നു മാലിക് തങ്ങള് ഈ ദുനിയാവിലേക്ക് ജനിച്ചു വീണു. അപ്പോഴതാ കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കുമ്പോ ഉമ്മതാ പറയണത് എന്തറിയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സുന്ദരമായ ഷഹാദത്തിന്റെ മധുരമൊഴികള് ആ കുഞ്ഞളെ മനസ്സിലേക്ക്, ആ കുഞ്ഞു പൈതലിന്റെ കാതിലേക്ക് അങ്ങനെ പാടിക്കൊടുത്തിട്ട് അങ്ങനെ താരാട്ടുകയാണ്. ഇത് കണ്ടപ്പോ മുസ്ലിമായ ഭർത്താവ് തന്റെ പൊണ്ടാട്ടിയോട്, വെഞ്ഞായോട്, ഭാര്യയോട്, അതേ റുമൈസ എന്ന അനസ് തങ്ങളെ ഉമ്മയോട് പറഞ്ഞെന്തറിയാ, പെണ്ണേ ലാ തുഫ്സിദി ബിനി, എന്റെ കുഞ്ഞിനെ നീ ബടക്കാക്കണ്ട, നീ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി ചൊല്ലിയിട്ട് നീ ബടക്കാക്കണ്ട. കാരണം അതിന്റെ ആള് മനസ്സിലായില്ല. അപ്പൊ ഈ ഉമ്മ ഇതന്നെ ചൊല്ലിക്കൊടുത്തേണ്ടത്. പണ്ടത്തെ ഉമ്മമാരിൽ അങ്ങനെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പഴയ കാലത്തുള്ള ധാരാട്ട് പാട്ട് അല്ലേ? ഈ അനസ് റളിയല്ലാഹു അൻഹു തങ്ങള് ഇതിങ്ങനെ കേട്ടിട്ട് വളർന്നു ഇല്ലേ? കുഞ്ഞിനെ ഉറക്കുമ്പോ ഉമ്മ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുഞ്ഞി തൊട്ടില് കിടക്കുമ്പോ ആ ഉമ്മാന്റെ ബായിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചരിത്രം പറയുന്നുണ്ട് അനസ് ഇബ്നു മാലിക് തങ്ങൾ വലുതായി, വലിയായി. എങ്ങനെ വലിയായി? 1 വയസ്സ് കഴിഞ്ഞ് 1.5 വയസ്സ്, 2 വയസ്സ്, അതായത് പഴക്കം പറയാൻ തുടങ്ങുമ്പോ, തുടങ്ങുമ്പോ, വിഷയം പറയാൻ തുടങ്ങുമ്പോ, സംസാരിക്കാൻ തുടങ്ങുന്ന വയസ്സായപ്പോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് സംസാരിച്ച വാക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കിടാവ് വിഷയം പറയുന്ന വയസ്സായ സമയത്ത് ആദ്യമായിട്ട് ചൊല്ലിയ വാക്ക് ഫകാന അവ്വല മാ തകല്ലമ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ആദ്യമായിട്ട് ആ കുഞ്ഞു ലോകത്തോട് സംസാരിച്ച വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. കാരണമെന്ത്? ഉമ്മ പഠിപ്പിച്ചതാണ്, ഉമ്മ പാടിക്കൊടുത്തതാണ്, ഉമ്മ സംസ്കരിച്ചത് ആ വാക്കിലൂടെയാണ്. നല്ല വാക്കിലൂടെ, നല്ല സംസ്കാരത്തിലൂടെ, നല്ല വിഷയങ്ങളിലൂടെ, നല്ല സംസ്കാരങ്ങളിലൂടെ, നല്ല സംസാരത്തിലൂടെ മാതാപിതാക്കളെ മക്കളെ നല്ല നിലക്ക് കൊണ്ടുവന്നപ്പോ ഏതു കുഞ്ഞും നല്ലാവും, ഏതു കുഞ്ഞും നന്നാവും, ഏതു കുഞ്ഞും അല്ലാഹുവിന്റെ പേടിയുള്ളവനാകും. അത്തരം കുഞ്ഞുങ്ങളാണ് നമ്മുടെ പ്രതീക്ഷ, അത്തരം കുഞ്ഞുങ്ങളാണ് നമ്മുടെ കണ്ണിന്റെ കുളിർമ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഭാവിയിലെ വരദാനം, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ഞങ്ങളെ ഭാവി പ്രവസ്. അല്ലാതെ തെരികിട പുള്ളന്മാരല്ല, ഗാഞ്ച ലഹരിക്കടിക്റ്റായവരല്ല. അത്തരത്തിലുള്ള ലഹരിക്കടിമയാകാതെ ഞങ്ങളെ മക്കൾ നല്ലവരാകണോ? അവർക്ക് മതബോധം നൽകണേ, മതവിദ്യാഭ്യാസം നൽകണേ. മഹാനായ ഫത്ഹുൽ മൗസിലി റളിയല്ലാഹു അൻഹു തങ്ങൾ വലിയ മഹാനരാണ്. മൗസിലുകാരനായ ഫത്ഹ്, മൗസിൽ നാട്ടുകാരനായ ഫത്ഹ് വലിയ മഹാനാണ്, വലിയ ജ്ഞാനിയാണ്, വലിയ പണ്ഡിതരാണ്. മഹാനർ അങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെറിയ കുഞ്ഞിനെ കണ്ടു. മഹാനജ്ജിന് പോവുകയാണ്. അവളെന്റെ കൂടെ ഇല്ലേ? ഇല്ലേ? മഹാനജ്ജിന് പോവുകയാണ്. ഒരു മിനിറ്റ്. യാ നബി സലാം അലൈക, യാ റസൂൽ സലാം അലൈക, യാ ഹബീബ് സലാം അലൈക, സലവാത്തുല്ലാഹി അലൈക യാ നബി. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. يا نبي